നമസ്കാരം, ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഈയിടെ കമൻറ്റ് ബോക്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു ക്ലയൻറ്റ് ചോദിക്കുകയുണ്ടായി. ഈ നാർസിസ്റ്റുകൾക്ക് അവർ സ്വയം നാർസിസ്റ്റ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? നമ്മൾ പല ആൾക്കാരും ഈ നാർസിസം അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മുതലായ കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധം ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പല വീഡിയോകളിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ ടോക്കുകളിലൂടെയൊക്കെ നാർസിസത്തിനെയും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചുള്ള അവബോധം നമ്മൾക്ക് ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരിക്കുമോ? വളരെ വാലിഡ് വളരെ റെലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണിത്. ഇത്തരത്തിലുള്ള സംശയം കുറേ നാൾ മുമ്പ് തന്നെ പല സൈക്കോളജിസ്റ്റുകളുടെ മനസ്സിൽ ഒതുക്കുകയുണ്ടായി. ആ സമയത്ത് ഇവർ ചെക്ക് ചെയ്യാനായിട്ട് ഈ നാർസിസം ഉള്ള ആൾക്കാർക്ക് സ്വയം നാർസിസം ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവർ മുന്നോട്ട് വന്നു. ഇത്തരത്തിലുള്ളൊരു പഠനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള നമ്മളൊരു അസംഷൻ ആയിരിക്കാം, നമ്മളുടെ ഒരു അനുമാനമായിരിക്കാം, നാർസിസം ഉള്ള ആൾക്കാർക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതായത് അവർക്ക് സ്വയം നാർസിസം ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നാർസിസം ഉണ്ട് എന്നുള്ളൊരവസ്ഥ അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്, അല്ലെങ്കിൽ അവർക്ക് വിപത്താണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് അത് തുറന്നു പറയാനായിട്ട് തീർത്തും അവർ തയ്യാറാകില്ല. ഇത്തരത്തിലുള്ള പല ചിന്താഗതികളായിരിക്കും നമുക്ക് കോമൺ ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ? ഇത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സൈക്കോളജിസ്റ്റുകൾ ഒരു പഠനം നടത്തുകയുണ്ടായി. അവർ ഈ പഠനത്തിൽ ഒരു സിംഗിൾ ഐറ്റം ഇൻവെൻട്രി, അതായത് ഒരു ക്വസ്റ്റ്യനുള്ളൊരു ഇൻവെൻട്രി ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെടുത്ത് അവർ ചോദിച്ചു നോക്കി. ആർ യു എ നാർസിസ്റ്റ് എന്ന രീതിയിൽ ചോദിച്ചു നോക്കി. അവർ ഇതിന് ഉത്തരം പറഞ്ഞ്, അതായത് ഈ ക്വസ്റ്റ്യന് അഫിർമേറ്റീവ്ലി, അതായത് ശരിയാണ് എനിക്ക് നാർസിസം ഉണ്ട് എന്നുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞ ആൾക്കാർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനെയറിൽ നാർസിസത്തിൽ ഹയസ്റ്റ് സ്കോറാണ് അവർക്ക് ലഭിച്ചത്. ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാർസിസം ഉള്ള ആൾക്കാർക്ക് ഒരു പരിധിവരെ അവർക്ക് സ്വയം റിയലൈസേഷൻ ഉണ്ട്, എനിക്ക് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ സെൽഫ് സെൻറ്റേർഡ് ആണ്, ഞാൻ എന്നിലോട്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണ്, എൻ്റെ കാര്യത്തിന് മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പല നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെയധികമുള്ള അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് അവബോധം അതിനെക്കുറിച്ചുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ചോദ്യം ഈയിടെ വന്നതാണ്, നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യം ആരായാനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ റെലവൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള പല ആൾക്കാരും നമ്മൾ കാണുന്നുണ്ട്, അവർ സൊസൈറ്റിയിൽ സക്സസ്ഫുള്ളാണ്, അവരൊരു പരിധിവരെ സാറ്റിസ്ഫൈഡ് ആണ്, അവർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് വലിയ ബിസിനസ് പൊസിഷനുകളിലും വലിയ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻ പൊസിഷനുകളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അക്കാഡമിക്കലി, ഫൈനാൻഷ്യലി, അതുപോലെ തന്നെ മെറ്റീരിയൽ ആസ്പെക്ട്സുകളിലൊക്കെ അവർ വിജയിച്ചിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. നല്ല വിലയുള്ള കാറ്, വിലയുള്ള ഫോണ്, തിളങ്ങുന്ന പേന, കോട്ടും സ്യൂട്ടും, അല്ലെങ്കിൽ നല്ല വില കൂടിയ വസ്ത്രങ്ങളും ലക്ഷറി ലൈഫ് സ്റ്റൈലൊക്കെ നയിക്കുന്നതായിട്ട് പല നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനർത്ഥം എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, ലോവർ സോഷ്യോ എക്കണോമിക് കാറ്റഗറി അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ധനം കുറവുള്ള ആൾക്കാർക്ക് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഇല്ല എന്നല്ല. എല്ലാതരം ആൾക്കാരിലും നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് കണ്ടുവരുന്നുണ്ട്. പക്ഷേ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് കൂടുതലായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ കൂടുതൽ ലൈം ലൈറ്റിലും കൂടുതൽ ഷൈനിങ് ലൈഫ് നയിക്കാനായിട്ട്, താൻ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഏറ്റവും സുപ്പീരിയർ ലൈഫ് നയിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കൂടുതൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളുടെ ചോദ്യം എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട്, ചെറുതായിട്ടൊരു നാർസിസം ഉള്ളതുകൊണ്ട് ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? സബ് ക്ലിനിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ, അതായത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാത്ത ലെവലിൽ നാർസിസം നമ്മൾ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ചില ഉപകാരങ്ങളുണ്ട്. അവയാണ് ഇൻക്രീസ്ഡ് മെൻ്റൽ ടഫ്നെസ്. നാർസിസം ഉള്ള ആൾക്കാരിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, അവർ പറയുന്ന കാര്യങ്ങൾ വളരെയധികം അടിയുറച്ച് നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കും. കാരണം അവരുടെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും. ഞാൻ പറയുന്നതാണ് ശരി, അതിൽ വിശ്വാസം അർപ്പിച്ച് നിലനിൽക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഹൈ പ്രഷറുള്ള, ഹൈലി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ അവരുടെ ആശയങ്ങളിലും അവരുടെ ഐഡിയകളിലും നിലകൊള്ളാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് ധൈര്യപൂർവ്വം നയിക്കാനായിട്ട് സബ് ക്ലിനിക്കൽ ലെവലുള്ള ആൾക്കാർക്ക് സാധിക്കുന്നത് കാണാം. ഞാൻ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണം, സബ് ക്ലിനിക്കലാണ്. അതായത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത, അതായത് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ചെറുതായിട്ടുള്ള ലെവലിലെ ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരുടെ കാര്യമല്ല. ഇനി ഇതുകൊണ്ടുള്ള സബ് ക്ലിനിക്കൽ നാർസിസം കൊണ്ടുള്ള മറ്റൊരു ഗുണമാണ് അവരുടെ പെർഫോമൻസ് അക്കാഡമിക്കലി, അതുപോലെ തന്നെ അതായത് സ്കൂള്, കോളേജുകൾ, ഒക്യുപ്പേഷണൽ ലെവലുകളിലൊക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ലൈഫ്, അതായത് നല്ല കാറ്, വീട്, ജോലി,
ഷൈനിങ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ധരിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇൻക്രീസ്ഡ് സെൻസ് ഓഫ് സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. അതായത് അഭിമാനം, സ്വയത്തെക്കുറിച്ചുള്ള നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു വില ഉണ്ടാവുമല്ലോ നമുക്ക്, അത് ഇവർക്ക് വളരെ കൂടുതലാവും. ഇത് ഇവർക്ക് ഉപകാരമായി തീരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റ് സമൂഹത്തിലും മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് റിക്വസ്റ്റ് നടത്തുമ്പോഴും വളരെ അസേർട്ടീവായിട്ട് അവരുടെ ആവശ്യങ്ങളും മറ്റും വളരെ ധൈര്യപൂർവ്വവും അതുപോലെ തന്നെ ആവശ്യം വേണ്ടുന്ന രീതിയിൽ ചോദിച്ച് നേടിയെടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും കാര്യങ്ങൾ നേടിയെടുക്കാനും കൂടുതൽ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് ഒരു പേടിയുള്ള ലെസ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കൊരു പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മേടിച്ച് വെക്കാനായിട്ടുള്ള ഒരു കഴിവ് കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് സബ് ക്ലിനിക്കൽ ലെവലിലെ നാർസിസമുള്ള ആൾക്കാരിൽ ഡിപ്രഷൻ മുതലായിട്ടുള്ള അവസ്ഥകൾ കുറവായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും കോൺഫിഡൻസോട് കൂടിയിട്ട് മറ്റാൾക്കാരുടെ അടുത്ത് പെരുമാറിയിട്ട് അവരെ പ്രീതി പിടിച്ചു പറ്റാനും അല്ലെങ്കിൽ ധൈര്യപൂർവ്വം കാര്യങ്ങളെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കഴിവുള്ളതുകൊണ്ട് പലപ്പോഴും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടും ഹാപ്പിയായി ഇരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ ഇവരിൽ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് സബ് ക്ലിനിക്കൽ ലെവലുള്ള നാർസിസമാണ്, നോട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. സോ ഈ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ചെറിയ രീതിയിലുള്ളത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ്, അത് നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ പറഞ്ഞതിന് അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ചെറുതായിട്ടുള്ള രീതിയിലുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അസേർട്ടീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കാനും നല്ല അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റേഷനോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സിൽ കുറവാണെങ്കിൽ നിങ്ങൾ കോൺഫിഡൻറ്റും അതുപോലെ തന്നെ അസേർട്ടീവും ആവാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവ് ലഭിക്കാൻ സാധിച്ചെങ്കിൽ വീഡിയോ ലൈക്ക് അമർത്തുക. നിങ്ങൾക്ക് നാർസിസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് നാർസിസിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി നിങ്ങളുടെ ബന്ധുക്കളിലോട്ടോ നിങ്ങൾക്കറിയുന്ന കൂട്ടുകാരിലോട്ടോ ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മുതലായവയിലൊക്കെ ഷെയർ ചെയ്യുക. ആൾക്കാരിലേക്ക് ഇതിൻ്റെ അവബോധം എത്തിക്കുക. പല ആൾക്കാർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് നാർസിസിനെ കുറിച്ചിട്ടും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഹേറ്റഡും മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികമുണ്ട്. അത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക, മറ്റാൾക്കാരിൽ എത്തിക്കുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.